അപ്പൊ നമ്മളിപ്പോ നിൽക്കണതേ കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. ഏതാ സ്ഥലം എന്നുള്ളത് മനസ്സിലായില്ല. കൊടക്കാട് ബാ അലവി സാദത്യങ്ങളുടെ മക്കാമിന്റെ മുന്നിൽ, അതായത് കൊടക്കാട് അങ്ങാടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നാട്ടുകല്ല് സ്റ്റേഷനിൽ ഇന്ന് വരാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനും ഉണ്ടായിരുന്നു, ഹാമിദും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ മുൻപിലേക്ക് വിടും. അതായത് ഹാമിദ് കേസ് കൊടുത്തു എന്ന് പറഞ്ഞത്, എനിക്കെതിരെ കേസ് കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. ആ കേസ് കൊടുത്തത് ഹൈക്കോടതിയിലാണോ അതോ നാട്ടുകല്ല് പോലീസ് സ്റ്റേഷനിലായിരുന്നോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് വിശദമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ ആ വീഡിയോ കാണാൻ നിങ്ങൾ ആരും മറക്കണ്ട. അപ്പോൾ എന്തായാലും നാട്ടുകല്ല് വരെ വന്നതല്ലേ, അപ്പോൾ എന്തായാലും കൊടക്കാടൊക്കെ വന്ന് ഈ കൊടക്കാടിൽ നിന്ന് ഒരു സ്ഥലം വരെ പോകാണ്ട് അവിടെയൊക്കെ പോയി കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് എന്താണ് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഈ ഒരു വിഷയം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, നിർത്തൂല്ല. ഒരുപാട് ആളുകളുടെ കമൻറ്റ് കണ്ടു, ഞാനും പണം മേടിച്ച് പിൻവാങ്ങി, അല്ലെങ്കിൽ ഞാനും നിർത്തിപ്പോയി, ഞാനും പൈസ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പൈസ വാങ്ങിയതിൽ നിന്ന് പിന്മാറേണ്ട കാര്യം, അല്ലെങ്കിൽ പൈസ വാങ്ങിയത് നിർത്തേണ്ട കാര്യമോ ഇല്ല. അങ്ങനെയാണ്, നിർത്താനും പോണില്ല. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളിത് തുടരുകയാണ്. 7-ാം തീയതി മുതൽ കൂടുതൽ ആളുകൾ അവരുടെ തെളിവുകളുമായിട്ട് നമ്മളെ സമീപിച്ച് അവരുടെ എല്ലാം ഇൻ്റർവ്യൂ അടക്കം നിങ്ങളുടെ മുൻപിലേക്ക് വരും. അപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയൊക്കെ നമുക്ക് വൈകുന്നേരത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇപ്പം തൽക്കാലം പോവുകയാണ്.